മച്ചാമാരെ, ഇന്ന് നമ്മുടെ നേദ്യക്കുട്ടറ 90ന്റെ പരിപാടിയോടനുബന്ധിച്ചുള്ള ഫംഗ്ഷന്റെ ഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് വെള്ളം കലക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ വെൽക്കം ഡ്രിങ്കിന്റെ സെറ്റപ്പൊക്കെ റെഡി ആക്കിയാട്ടാ. പിന്നെന്ന് വെച്ചാൽ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിലോട്ട് പോകണം. അമ്പലത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള എണ്ണത്തറയിൽ തന്നെ നമ്മൾ പോയിട്ടാ. അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിയണം. ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കാനായിട്ട് പ്രാർത്ഥിച്ചത്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അങ്ങനെ ദൈവത്തിന്റെ പാതിക്ക് വേണ്ടി ദൈവത്തിനോട് അപേക്ഷിച്ച് നേരെ വീട്ടിലോട്ട് വന്നിട്ടാ. വീടിന്റെ മുകളിൽ തന്നെയാണ് പരിപാടി സെറ്റ് ചെയ്താക്കണത്. അതിനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വർക്കും കൂടിയൊക്കെ ബാക്കിയുണ്ട്. അതൊക്കെ പരിപാടിയുടെ ടൈം ആകുമ്പോഴേക്കും സെറ്റ് ആവും. നേദ്യക്കുട്ടറെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് പെണ്ണുമ്പോൾ ഓടിപ്പോയി മുടി സ്ട്രൈറ്റ് ചെയ്തിട്ട് വന്നാക്കണേട്ടാ. മുകളിലെ പരിപാടിയൊക്കെ അത്യാവശ്യം റൗണ്ട് അപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാ. അപ്പോഴേക്കും ഓരോ വിരുന്നുകാരും കാര്യങ്ങളൊക്കെ വന്നിട്ടാ. പിന്നെ കുട്ടീനെ ഡ്രസ്സ് ഇടിച്ച് സെറ്റ് ആക്കാനുള്ള പരിപാടി അവരൊക്കെ ആയിട്ട് അങ്ങോട്ട് ഏറ്റെടുത്തു. നേദ്യക്കുട്ടിയാണെങ്കിലും അവരായിട്ട് എൻജോയ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടാ. എന്തായാലും എല്ലാവരും ഒരേ കളർ കോമ്പിനേഷനൊക്കെയാണ് ഒരു പരിപാടിക്ക് സെറ്റ് ചെയ്യണത്. നമ്മളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പരിപാടിയുടെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നമ്മളെല്ലാവരും തന്നെ മുകളിലോട്ട് ചെന്നിട്ടാ. മിനി ഓഡിറ്റോറിയം നമ്മുടെ ടെറസിന്റെ മുകളിലാണ്. അങ്ങനെ നേദ്യക്കുട്ടിനെ തൊട്ടിലൊക്കെ എടുത്ത് ഫംഗ്ഷന്റെ ഓരോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ആങ്കറിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം പൊന്നൂസിനായിട്ട് ആങ്കറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരും വഴി കാണിച്ചു തരാം. നിച്ചുകുട്ടിയാണെന്നുണ്ടെങ്കിൽ തൊട്ടിലേക്ക് ഇട്ട് ഇങ്ങനെ കുട്ടീനെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതൊരു ഫംഗ്ഷൻ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കേക്ക് കട്ടിങ്. അത് നൈസായിട്ട് നമ്മൾ നടത്തിയിട്ടാ. കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ ലല്ലൂസിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ കരച്ചിലും ബഹളങ്ങളൊക്കെ ഉണ്ടാവണേണ്. അങ്ങനെ നൈസായിട്ട് എല്ലാ പരിപാടിയിലും ആളെ എൻജോയ് ചെയ്യണുണ്ടായിരുന്നിട്ടാ. പിന്നെ ചെറിയ ടൈമിൽ കരഞ്ഞെങ്കിലും നമ്മൾ ഓരോരുത്തരും മാറി മാറിയൊക്കെ എടുത്ത് അങ്ങനെ കാര്യങ്ങൾ സെറ്റായി. മുകളിൽ പരിപാടി നടത്തിയേക്കണ കൊണ്ട് എന്താണെന്ന് അറിയാൻ പാടില്ല, കുറച്ച് ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ചൂടൊക്കെ ഉണ്ടായതുകൊണ്ട് ചൂടൊന്നും തണുപ്പിക്കാനായിട്ട് നമ്മുടെ തെക്കേത്തൽക്കൽ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ഗാനം ആലപിച്ച് അങ്ങോട്ട് വെല്ലുമ്പോ തുടക്കം കുറിച്ചു. അതിനുശേഷം നമ്മുടെ തൊട്ടയിലന്തരത്തായ തങ്കച്ചേട്ടനും അങ്ങോട്ട് ഗാനം ആലപിച്ചു. എന്തായാലും അവരുടെയൊക്കെ ഒരു പാട്ടുകൊണ്ടും കാര്യങ്ങൾ കൊണ്ടും പരിപാടിയൊക്കെ അങ്ങനെ നൈസായിട്ട് വൈബായിട്ട് കിടന്നു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കൺജഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ മുകളിൽ കുറച്ച് സ്ഥലം കൊണ്ട് ഒരുപാട് പേര് ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഈ പരിപാടി നടത്തിയത്. അപ്പൊ നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. അങ്ങനെ നമ്മുടെ ഓരോ ഗായകന്മാര് പാട്ട് പാടുന്ന ഇടയിലും നമ്മുടെ ഫുഡിങ്ങിന്റെ പരിപാടി ആരംഭിച്ചിട്ടാ. എന്തായാലും താഴെയും കുറച്ച് പേരൊക്കെ ആയിട്ട് അങ്ങനെ കൺജഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിന്ന് പരിപാടി അങ്ങനെ നൈസായിട്ട് വൈബായി. അങ്ങനെ എല്ലാവരുമായിട്ടും പരസ്പരം സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് അവസാനം ഞങ്ങളും ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മുടെ വിരുന്നുകാരും കാര്യങ്ങളൊക്കെ യാത്രയായി. നമ്മുടെ ഈവനിങ് ആയപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കാന്ന് വിചാരിച്ച് നമ്മൾ ഫാമിലി ആയിട്ട് ഇരുന്നിട്ടാ. എന്തായാലും എല്ലാവരും നിന്ന ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടിക്കും വലുതും ചെറുതുമായിട്ടൊക്കെ ഉണ്ട്. വരും ദിവസങ്ങളിലൊക്കെ ഇട്ട് അതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും പരിപാടിക്ക് പങ്കെടുത്ത ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, ആശംസകൾ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ.